ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ മാത്സിലെ റേഷ്യോ എന്ന അധ്യായത്തിലെ പേജ് നമ്പർ 144 വരുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ നമുക്ക് 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലം ബിലോ ദ ലെങ്ത് ഓഫ് ലൈൻ ആൻഡ് റേഷ്യോ ഇൻ വിച്ച് എ പോയിന്റ് ഡിവൈഡ് ദ ലൈൻ ആർ സ്പെസിഫൈഡ്. ഡ്രോ ലൈൻ ആൻഡ് ലിങ്ക് ആൻഡ് മാർക്ക് ദ പോയിന്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബി 14 സെൻറ്റിമീറ്റർ, എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ 3:4. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ ആണ് 3:4 എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എ പിയും പി ബിയുടെയും നീളം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തേൽ ഫസ്റ്റ് പാർട്ട്, എ ബി എന്ന് പറഞ്ഞാൽ 14 സെൻറ്റിമീറ്റർ, എ പി ടു പി ബി എന്ന് പറഞ്ഞാൽ 3:4. അതായത് ഇതാണ് ഒരു എ ബി എന്ന് പറഞ്ഞ ലൈന്. ഇത് മൊത്തം 14 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിലൊരു പോയിൻ്റാണ് പി. എ മുതൽ പി വരെ 3ഉം പി മുതൽ ബി വരെ 4ഉമാണ്. അപ്പോൾ ഈ നീളങ്ങൾ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സം എടുക്കുക. റേഷ്യോൻ്റെ ആ പാർട്സിൽ സമ്മ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എടുക്കുക. എത്രയൊക്കെയാണ്? 3ഉം 4ഉം. അപ്പോൾ 3 + 4 = 7. അപ്പോൾ നമുക്ക് എ പി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എ പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ n/m+n അല്ലെങ്കിൽ n/m+n. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് എ പി കണ്ടുപിടിക്കാനാണെങ്കിൽ 3m-ഉം 4n-ഉം ആണെങ്കിൽ 3/3+4 = 3/3+4 നമുക്ക് കൂട്ടി കിട്ടിയിട്ടുണ്ട് 7. നമ്മളെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള 14 മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 14/7 എന്ന് വരും. ഗുണിച്ച് നോക്കാം. 14 × 3, 4 3 12, 1 42. 42നെ 7 ഹരിക്കുക. 42 ഹരിക്കണം 7. 42 ഹരിക്കണം 7. ഒരു 7 19 6 42. 6 7 42 കറക്റ്റ് പോയി. നമുക്ക് ഉത്തരം കിട്ടി. എത്രയാണ്? എ പി 6 സെൻറ്റിമീറ്റർ കിട്ടി, എ മുതൽ പി വരെ. ഇനി അടുത്തത് എന്താണ്? പി ബി ആണ് കാണേണ്ടത്. പി ബി കണ്ടുപിടിക്കാൻ എന്താണ്? അടുത്ത റേഷ്യോ 4ആണ്. 4/3+4 7 × 14. 4 4 16 6, ബാക്കി 1. 4 1 4 4 1 5 56/7. 7 49 8 7 56. അപ്പോൾ 8 സെൻറ്റിമീറ്റർ. നമുക്ക് എ പിയും കിട്ടി, പി പിയും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ ലൈൻ നമ്മൾ വരയ്ക്കണം. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ സ്കെയിലിൽ ഒരു 14 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ശേഷം ഓരോ ലൈൻ എന്ത് ചെയ്യുക? പി വരെ 6ഉം പി ബി എത്ര കിട്ടും? 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതായത് ഒരു ലൈൻ വരയ്ക്കുക. 14 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. 14 സെൻറ്റിമീറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് എ ബി എന്ന് മാർക്ക് ചെയ്യുക. ആദ്യത്തെ എ മുതൽ പി വരെ എ പി എത്ര കിട്ടിയിട്ട് നമുക്ക് 6. അപ്പോൾ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്തിട്ട് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇത് പി ആണ്. പി മുതൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 8 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ വരയ്ക്കുക. ഇനി സെക്കൻഡ് ചോദ്യം നോക്കാം. വരയ്ക്കുമ്പോൾ നമുക്ക് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുക? നമുക്ക് ഫിഗർ ഇങ്ങനെയാണ് കിട്ടുക. ഇനി സെക്കൻഡ് ചോദ്യം നോക്കാം. ഇനി സെക്കൻഡ് ചോദ്യം, എ പി ടു പി ബി റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ചോദ്യത്തിൽ നമുക്ക് 12 സെൻറ്റിമീറ്റർ റേഷ്യോ എ പി ടു പി ബി എന്ന് പറഞ്ഞാൽ 3:5 റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ആദ്യം 3ഉം 5ഉം തമ്മിൽ കൂട്ടുക. 3 + 5 8. ശേഷം എ പി കണ്ടുപിടിക്കാൻ എ പി = 3/8 × 12.
3 × 12 2 3 6 1 3 3 ബൈ 8 8 ഇനി എന്ത് ചെയ്യുക ഹരിച്ച് നോക്കുക 36 ഹരിക്കണം 8 4 8 32 6 2 പോയി 4 0.5 8 40. അപ്പോൾ നമുക്ക് AP കിട്ടുക 4.5 സെൻറ്റിമീറ്റർ. ഇനി PB ഈക്വൽ ടു ഇനി 5 റേഷ്യോ 5/8 × 12 ഈക്വൽ ടു 2 × 5 10 0 ബാക്കി 1 ഒരു 5 5 6 8 ഹരിച്ച് നോക്കാം 60 ഹരിക്കണം 8 7 8 56 10 6 പോയി കഴിഞ്ഞാൽ 4.0 5 8 40. നമുക്ക് ഉത്തരം കിട്ടി 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ലൈന് വരച്ചിട്ടുണ്ട് ഞാൻ. AB എത്രയാണ് 12 സെൻറ്റിമീറ്റർ. A മുതൽ P വരെ എത്രയാണ് 4.5. A മുതൽ P വരെ 4.5 സെൻറ്റിമീറ്റർ. P മുതൽ B വരെ 7.5 സെൻറ്റിമീറ്റർ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡിൽ AB 7 സെൻറ്റിമീറ്റർ, APയും PBയും തമ്മിലുള്ള റേഷ്യോ 2:3. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ആദ്യം AP to PB എന്ന് പറഞ്ഞാൽ 2:3 ആഡ് ചെയ്യുക. 2 + 3 = 5. അപ്പോൾ ആദ്യം AP കാണണം, അതുപോലെ PB കാണണം. അപ്പോൾ AP ഈക്വൽ ടു 2/5 ഇൻറ്റു എത്ര സെൻറ്റിമീറ്ററാണ് 7. അതുപോലെ PB എന്ന് പറഞ്ഞാൽ എത്രയാണ് 3/5 ഇൻറ്റു 7. 2 7 14/5 3 21 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹരിച്ച് നോക്കാം. 14 ഹരിക്കണം 5 2 5 10 4.0 8 5 40. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉത്തരം കിട്ടുക എത്രയാണ് 2.8 സെൻറ്റിമീറ്ററും അടുത്തത് ചെയ്ത് കഴിഞ്ഞാൽ 4.2 സെൻറ്റിമീറ്ററും കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വരയ്ക്കാം. ഇതായിരിക്കും മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഫസ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇനി സെക്കൻഡ് ചോദ്യം നോക്കാം. എ പോയിന്റ് ഡിവൈഡ് എ ലൈൻ 9 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 2:3. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട്. അതായത് ഒരു ലൈന് 9 സെൻറ്റിമീറ്റർ ലൈന് ഡിവൈഡ് ചെയ്യുന്നത് 2:3 എന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെയും ലെങ്ത് എത്രയാണ്? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, റേഷ്യോ 2:3 ആണ്. അതിൻ്റെ സമ്മ് ആണ് 2 + 3 = 5. നമുക്ക് ടോട്ടൽ ലെങ്ത് അറിയാം 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞുള്ള ഭാഗം ആദ്യം വരുന്ന ഭാഗം, അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ഈക്വൽ ടു എങ്ങനെ കാണുക? ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ മൊത്തം ആദ്യത്തെ ഭാഗം ഏതാ 2. അപ്പോൾ 2/5 ഇൻറ്റു ലെങ്ത്ത് ടോട്ടൽ എത്രയാണ് 9. ഇവിടെ എങ്ങനെയാണ് വരിക 3/5 ഇൻറ്റു 9. 2 × 9 2 9 9 18/5 3 27/5 ഹരിച്ച് നോക്കാം. 18 ഹരിക്കണം 5 ചെയ്യുമ്പോൾ 3 5 15 8 5 പോയാൽ 3.0 6 5 30. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക 3.6 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് 3.6 സെൻറ്റിമീറ്റർ കിട്ടും ഫസ്റ്റത്തത്. സെക്കൻഡ് 27 ഹരിക്കണം 5 5 5 25 7 5 പോയ 2.0 4 5 20. രണ്ടാമത്തെ ഉത്തരത്തിൽ വരിക 5.4 സെൻറ്റിമീറ്റർ. അപ്പോൾ 9 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈനിൽ ജസ്റ്റ് വരച്ച് കാണിക്കുകയാണെങ്കിൽ
ഇതാണ് എ ബി എന്നൊരു ലൈന്. റേഷ്യോ എത്രയാണ്? 2:3 ആണെന്ന് വലിയൊരു പോയിന്റ് ആണെങ്കിൽ എ മുതലാണ് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് 3.6 സെൻറ്റിമീറ്ററും ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 5.4 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇതാണ് രണ്ടാം ചോദ്യം. ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ് ദ ടു പാർട്ട് ഗോഡ് വെൻ എ ലൈൻ ഈസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 3:5 ദ ലോങ്ങർ പാർട്ട് ഈസ് 6 സെൻറ്റിമീറ്റർ ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹോൾ ലൈൻ? അതായത് ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈന് ഡിവൈഡ് ചെയ്യുന്നത് 3:5 എന്ന റേഷ്യോയിലാണ്. അതിലത്തെ നീളം കൂടിയ പാർട്ട് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ ലൈനിൻ്റെ മൊത്തം നീളം എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണ്. അതിൽ വലിയ ആ ലൈനിൽ ഒരു ഭാഗം ഏറ്റവും നീളം കൂടിയ ഭാഗം എത്രയെന്നാണ് പറയുന്നത്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ ഈ റേഷ്യോ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 5. അതായത് 6 സെൻറ്റിമീറ്റർ ലൈനെ എത്ര ഭാഗങ്ങളാക്കുന്നുണ്ട്? 5 ഭാഗങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലത്തെ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ വലിയ ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? 6. ഇതിന് എത്ര ഭാഗം ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്? 5 ഭാഗം ആക്കുന്നുണ്ട്. 6/5 ഈക്വൽ ടു 1.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആ മൊത്തം നീളം, വോൾ ലൈന് മൊത്തം നീളമാണ്, ലൈനിൻ്റെ മൊത്തം നീളമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 3ഉം 5ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 3 + 5 = 8. അപ്പോൾ ഈ റേഷ്യോകൾ തമ്മിൽ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിനെ അതിലത്തെ ഒരു ഭാഗവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. 12 × 8 2 8 16 6 ബാക്കി 1 1 8 8 1 9. നമുക്ക് 9.6 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ആ ലൈനിൻ്റെ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 6/5 ആ ലോങ്ങസ്റ്റ് നമ്പറിനെ ലോങ്ങസ്റ്റ് നമ്പർ ആകുമ്പോൾ ഈ റേഷ്യോത്തെ വലിയ നമ്പറായിരിക്കും ഇതിന് മാച്ചായിട്ട് വരുന്ന പാർട്ട്. അപ്പോൾ ഈ 6നെ 5 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.2 കിട്ടും. ആ കിട്ടിയ ഉത്തരത്തിനെ ആ മൊത്തം റേഷ്യോ നമ്മൾ ചെയ്തില്ലേ, അതായിട്ട് ഡിവൈഡ് ചെയ്ത് അത് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ആ കിട്ടിയ ഉത്തരത്തിനെ ആ ചെയ്ത റേഷ്യോകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ലൈനിൻ്റെ മൊത്തം നീളം കിട്ടും. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിലെ പേജ് നമ്പർ 144 3 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. നമ്മൾ 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.